ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റർ അറ്റ് ഫിംഗർ ടിപ്സ്. മലയാളം യൂണിറ്റ് 1. ഇളം കാറ്റ് തെല്ലുന്നു തൊട്ടെന്നു വന്നാൽ. ചോദ്യങ്ങൾ: വനപർവം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻസ്: എ. അക്കിത്തം, ബി. ജി. ശങ്കരക്കുറുപ്പ്, സി. ജി. കുമാരപിള്ള, ഡി. പി. ഭാസ്കരൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജി. കുമാരപിള്ള. ജി. കുമാരപിള്ളയുടെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ. സ്നേഹത്തിൻ്റെ വർത്തമാനം, ബി. സപ്തസ്വരം, സി. ഓർമ്മയുടെ സുഗന്ധം, ഡി. കോഴി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കോഴി. സ്നേഹത്തിൻ്റെ വർത്തമാനം, സപ്തസ്വരം, ഓർമ്മയുടെ സുഗന്ധം എന്നിവ ജി. കുമാരപിള്ള രചിച്ച കൃതികളാണ്. പാഠം 1. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. അർത്ഥം: ലാവണ്യം, സൗന്ദര്യം. പന്തീരാണ്ട്, 12 വർഷം. മന്ധ്യസ്ഥായി, പതിഞ്ഞ സ്വരത്തിലുള്ള. മനോജ്ഞം, മനോഹരം. അനിർവചനീയം, നിർവചിക്കാനാവാത്തത്. കാഹളം, ശബ്ദഘോഷം. ജൈവലോകം, ജീവികളുടെ ലോകം. മെയ്യ്, ശരീരം. ചക്രവാളം, വൃത്താകൃതിയിൽ പരന്നുകിടക്കുന്ന ആകാശമണ്ഡലം. വള്ളി, വല്ലി. ക്രമാൽ, ക്രമമായി. പ്രായേണ, മിക്കവാറും. പത്രം, ഇല. തരു, മരം. വർണ്ണം, നിറം. പ്രഭ, രശ്മി. പല്ലവം, തളിര്. പച്ചിച്ച്, പച്ച നിറമാർന്നത്. ആച്ഛാദനം, തുറസായത്. മുകിൽ, മേഘം. ശൈലം, കുന്ന്, പർവ്വതം. ലത, വള്ളി. അംബരാന്തം, ആകാശത്തിൻ്റെ അറ്റം. ആഴി, കടൽ, സമുദ്രം, സാഗരം. ചോദ്യങ്ങൾ: ചോദ്യം 1. മുൻമൊഴി എന്ന കൃതി ആരാണ് രചിച്ചത്? ഓപ്ഷൻസ്: എ. സുഗതകുമാരി, ബി. ജി. കുമാരപിള്ള, സി. കടമ്മനിട്ട, ഡി. എ. അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ എ, സുഗതകുമാരി. ചോദ്യം 2. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമായി സുഗതകുമാരി ടീച്ചർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: എ. നീലക്കടലിനെ, ബി. മൂന്നാറിലെ മലനിരകളെ, സി. കുറിഞ്ഞി പൂക്കളെ, ഡി. വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലിനെ. ഉത്തരം സി, കുറിഞ്ഞിപ്പൂക്കളെ. ചോദ്യം 3. എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? ഓപ്ഷൻസ്: എ. 100 വർഷം കൂടുമ്പോൾ, ബി. 12 വർഷം കൂടുമ്പോൾ, സി. 6 വർഷത്തിലൊരിക്കൽ, ഡി. ഓരോ വർഷത്തിലും. ഉത്തരം ബി. 12 വർഷം കൂടുമ്പോൾ. ചോദ്യം 4. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത വിസ്മയ ദൃശ്യമാണിത്. ഏത് ദൃശ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഓപ്ഷൻസ്: എ. നീലക്കടലിനെ, ബി. പൂത്തുലഞ്ഞ നീലക്കുറിഞ്ഞിയെ, സി. തേൻ നുകർന്ന ചിത്രശലഭങ്ങളെ, ഡി. മലനിരകളെ. ഉത്തരം ബി. പൂത്തുലഞ്ഞ നീലക്കുറിഞ്ഞിയെ. ചോദ്യം 5.
കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ചതാര്? ഓപ്ഷൻസ്: എ വണ്ടുകൾ, ബി കാറ്റ്, സി കുഞ്ഞുങ്ങൾ, ഡി ഭൂമി. ഉത്തരം എ വണ്ടുകൾ. ചോദ്യം 6. ഏത് സൗന്ദര്യ ലോകത്തിലാണ് കവയിത്രി എല്ലാം മറന്ന് കണ്ണുകൾ കൂമ്പി ഏറെ നേരം നിന്നുപോയത്? ഓപ്ഷൻസ്: എ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം നിറഞ്ഞപ്പോൾ, ബി നീലക്കടൽ ആടിക്കളിച്ചപ്പോൾ, സി വണ്ടുകളുടെ മന്ദസ്ഥായിയിലുള്ള മൂളൽ കേട്ട്, ഡി തേനീച്ചകളുടെ നൃത്തം കണ്ട്. ഉത്തരം എ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം നിറഞ്ഞപ്പോൾ. ചോദ്യം 7. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നത് എപ്പോൾ? ഓപ്ഷൻസ്: എ പുഷ്പോത്സവം കഴിയുമ്പോൾ, ബി തേനീച്ചകളുടെ മൂളലുകൾ കേൾക്കുമ്പോൾ, സി പ്രകൃതിയുടെ രൗദ്രഭാവം വിരിയുമ്പോൾ, ഡി വനദേവതകളുടെ മധുരസ്വരം ഉണരുമ്പോൾ. ഉത്തരം എ പുഷ്പോത്സവം കഴിയുമ്പോൾ. ചോദ്യം 8. 12 വർഷക്കാലം ആരാണ് നീണ്ട തപസ്സിരുന്നത്? ഓപ്ഷൻസ്: എ ചിത്രശലഭങ്ങൾ, ബി വണ്ടുകൾ, സി കുറിഞ്ഞിച്ചെടികൾ, ഡി റോസാച്ചെടികൾ. ഉത്തരം സി കുറിഞ്ഞിച്ചെടികൾ. ചോദ്യം 9. ആർക്കു വേണ്ടിയാണ് മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളിക്കൊട്ട് മുഴങ്ങുന്നത്? ഓപ്ഷൻസ്: എ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടി, ബി തേനീച്ചകൾക്ക് വേണ്ടി, സി ശലഭങ്ങൾക്ക് വേണ്ടി, ഡി ഇവയെല്ലാം ശരിയാണ്. ഉത്തരം ഡി ഇവയെല്ലാം ശരിയാണ്. ഏതെല്ലാമാണ് ശരി? ആർക്കു വേണ്ടിയാണ് മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളിക്കൊട്ട് മുഴങ്ങുന്നത്? പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയും തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളിക്കൊട്ട് മുഴങ്ങുന്നത്. ചോദ്യം 10. സുഗതകുമാരി ടീച്ചറുടെ കൃതികൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ രാത്രിമഴ, ബി ലളിതം, സി അമ്പലമണി, ഡി പാവം മാനവഹൃദയം. ഉത്തരം ബി ലളിതം. അപ്പോൾ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ സുഗതകുമാരി ടീച്ചറുടെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ടീച്ചറുടെ കൃതികൾ? രാത്രിമഴ, അമ്പലമണി, പാവം മാനവഹൃദയം എന്നിവയാണ് സുഗതകുമാരി ടീച്ചറുടെ കൃതികൾ. ചോദ്യം 11. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ബോധേശ്വരൻ്റെ മകളായ മലയാളത്തിലെ പ്രശസ്ത കവയിത്രി ആരാണ്? ഓപ്ഷൻസ്: എ അഷിത, ബി വിജയലക്ഷ്മി, സി സുഗതകുമാരി, ഡി കടത്തനാട്ട് മാധവിയമ്മ. ഉത്തരം സി സുഗതകുമാരി. ചോദ്യം 12. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? ഓപ്ഷൻസ്: എ സാറ ജോസഫ്, ബി അക്കാമ ചെറിയാൻ, സി മാധവിക്കുട്ടി, ഡി സുഗതകുമാരി. ഉത്തരം ഡി സുഗതകുമാരി. ചോദ്യം 13. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സംഭാവന നൽകിയത് ആരാണ്? ഓപ്ഷൻസ്: എ എം ടി വാസുദേവൻ നായർ, ബി തകഴി, സി സുഗതകുമാരി, ഡി സാറ ജോസഫ്. ഉത്തരം സി സുഗതകുമാരി. ചോദ്യം 14. സുഗതകുമാരി ടീച്ചർക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഓപ്ഷൻസ്: എ അമ്പലമണി, ബി രാത്രിമഴ, സി പാതിരാപ്പൂക്കൾ, ഡി മണലെഴുത്ത്.
ഉത്തരം എ അമ്പലമണി. ചോദ്യം 15. നീലക്കറുപ്പ് മെയ്യാകെ ഈ പദത്തിലെ വിശേഷണ പദം അല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻസ്: എ നീല, ബി കറുപ്പ്, സി മെയ്യ്, ഡി നീലക്കറുപ്പ്. ഉത്തരം സി മെയ്യ്. ചോദ്യം 16. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കുവയ്ക്കാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: എ മാധവ് ഗാഡ്ഗിൽ, ബി സലിം അലി, സി സുഗതകുമാരി, ഡി തകഴി. ഉത്തരം ഡി തകഴി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കുവഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? മാധവ് ഗാഡ്ഗിൽ, സലിം അലി, അതുപോലെ സുഗതകുമാരി എന്നിവരാണ് സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കുവഹിച്ച വ്യക്തികൾ. ചോദ്യം 17. 2001 സുഗതകുമാരി എഴുതിയ വനിതാ കമ്മീഷൻ എന്ന കവിതയിലെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: എ പരിസ്ഥിതി, ബി സ്ത്രീ വിമോചനം, സി സ്ത്രീയും പരിസ്ഥിതിയും, ഡി ഉൾനാടൻ ഗ്രാമം. ഉത്തരം ബി സ്ത്രീ വിമോചനം. ചോദ്യം 18. ഏത് കൃതിയിലൂടെയാണ് സുഗതകുമാരി ടീച്ചർക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻസ്: എ രാത്രിമഴ, ബി മണലെഴുത്ത്, സി സൈലന്റ് വാലി, ഡി അമ്പലമണി. ഉത്തരം ബി മണലെഴുത്ത്. ചോദ്യം 19. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻസ്: എ 1980, ബി 1985, സി 1990, ഡി 1995. ഉത്തരം എ 1980. ചോദ്യം 20. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ്: എ പാലക്കാട്, ബി കൊല്ലം, സി വയനാട്, ഡി കാസർഗോഡ്. ഉത്തരം എ പാലക്കാട്. ചോദ്യം 21. വ്യവസ്ഥാധിതമായ പക്ഷി നിരീക്ഷണത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: എ സുഗതകുമാരി, ബി സലിം അലി, സി എസ് കെ പൊറ്റക്കാട്, ഡി മാധവ് ഗാഡ്ഗിൽ. ഉത്തരം ബി സലിം അലി. ചോദ്യം 22. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: എ എം മുകുന്ദൻ, ബി തകഴി, സി സലിം അലി, ഡി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഉത്തരം സി എസ് കെ പൊറ്റക്കാട്. ചോദ്യം 23. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: എ ശോഭീന്ദ്രൻ മാഷ്, ബി സലിം അലി, സി സുഗതകുമാരി, ഡി മാധവ് ഗാഡ്ഗിൽ. ഉത്തരം ബി സലിം അലി. ചോദ്യം 24. 2023 ഒക്ടോബറിൽ മരണമടഞ്ഞ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തകൻ ആരായിരുന്നു? ഓപ്ഷൻസ്: എ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, ബി സുഗതകുമാരി, സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഡി എസ് കെ പൊറ്റക്കാട്. ഉത്തരം എ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ. അധിക ചോദ്യങ്ങൾ. ചോദ്യം 1. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതനായ
കാർത്യായനിയമ്മയുടെയും മകൾ. അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെൻ്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കുവഹിച്ചു. 2020 ഡിസംബർ 23 അന്തരിച്ചു. ഓപ്ഷൻസ്: എ. മാധവിക്കുട്ടി, ബി. ബാലാമണിയമ്മ, സി. വിജയലക്ഷ്മി, ഡി. സുഗതകുമാരി. ഉത്തരം ഡി. സുഗതകുമാരി. ചോദ്യം 2. സുഗതകുമാരിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതി. ഓപ്ഷൻസ്: എ. പ്രണാമം, ബി. അമ്പലമണി, സി. തുലാവർഷപ്പച്ച, ഡി. പാതിരാപ്പൂക്കൾ. ഉത്തരം ബി. അമ്പലമണി. ചോദ്യം 3. മണലെഴുത്ത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ്: എ. സുഗതകുമാരി, ബി. സച്ചിദാനന്ദൻ, സി. ബാലാമണിയമ്മ, ഡി. ബോധേശ്വരൻ. ഉത്തരം എ. സുഗതകുമാരി. ചോദ്യം 4. താഴെ തന്നിരിക്കുന്നവയിൽ സുഗതകുമാരിയുടെ രചന അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ. രാധ എവിടെ, ബി. ഇലകൾ, സി. പാവം മാനവഹൃദയം, ഡി. കാടിനു കാവൽ. ഉത്തരം ബി. ഇലകൾ. ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ സുഗതകുമാരിയുടെ രചനകൾ ഏതെല്ലാമെന്ന് അറിഞ്ഞിരിക്കണം. മുന്നേ ഡയറക്റ്റായിട്ട് സുഗതകുമാരിയുടെ രചനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിയുടെ പേര് അല്ലെങ്കിൽ കവയിത്രിയുടെ പേര് തന്നിട്ട് അവരുടെ രചനകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നായിരുന്നു ചോദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് ചോദ്യം വരുന്നത്. ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? കുറേ വർക്ക്സ് തന്നിട്ട് അല്ലെങ്കിൽ കുറേ കൃതികൾ തന്നിട്ട് അതിൽ നിന്നും ഒരു പ്രത്യേക എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ കവിയുടെ അല്ലെങ്കിൽ കവയിത്രിയുടെ വർക്ക് ഏതാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ വർക്ക് അല്ലാത്തത് ഏതാണ്, അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർക്ക്സും അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സുഗതകുമാരിയുടെ രചനകൾ ഏതെല്ലാമാണ്? രാധ എവിടെ, പാവം മാനവഹൃദയം, കാടിനു കാവൽ എന്നിവയാണ് സുഗതകുമാരിയുടെ രചനകൾ. ചോദ്യം 5. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഇത് ആരുടെ വരികളാണ്? ഓപ്ഷൻസ്: എ. വള്ളത്തോൾ, ബി. പി. കുഞ്ഞിരാമൻ നായർ, സി. ചങ്ങമ്പുഴ, ഡി. കുമാരനാശാൻ. ഉത്തരം സി. ചങ്ങമ്പുഴ. ചോദ്യം 6. നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം. ഏതു കവിതയിലെ വരികളാണിവ? ഓപ്ഷൻസ്: എ. വീണപൂവ്, ബി. കുറിഞ്ഞിപ്പൂക്കൾ, സി. രാത്രിമഴ, ഡി. പുഷ്പവാടി. ഉത്തരം എ. വീണപൂവ്. ചോദ്യം 7. മഴത്തുള്ളി സന്ധി ഏത്? ഓപ്ഷൻസ്: എ. ആദേശസന്ധി, ബി. ദ്വിത്വസന്ധി, സി. ആഗമസന്ധി, ഡി. ലോപസന്ധി. ഉത്തരം ബി. ദ്വിത്വസന്ധി. ചോദ്യം 8. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. ഏതു ദൃശ്യത്തെക്കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത്? ഓപ്ഷൻസ്: എ.
നീലാകാശത്തെക്കുറിച്ച്, ബി കുറിഞ്ഞിപ്പൂത്ത മലയെക്കുറിച്ച്, സി സമുദ്രത്തെക്കുറിച്ച്, ഡി നീലാമ്പൽ നിറഞ്ഞ പൊയ്കയെപ്പറ്റി. ഉത്തരം ബി കുറിഞ്ഞിപ്പൂത്ത മലയെക്കുറിച്ച്. ചോദ്യം 9. മഹാകാവ്യമെഴുതാതെ മഹാകവിയായ വ്യക്തി. ഓപ്ഷൻസ്: എ ഉള്ളൂർ, ബി കുമാരനാശാൻ, സി വള്ളത്തോൾ, ഡി ചങ്ങമ്പുഴ. ഉത്തരം ബി കുമാരനാശാൻ. ചോദ്യം 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻസ്: എ മന്ദസ്ഥായി, ബി മന്ദസ്ഥായി, സി മന്ദസ്ഥായി, ഡി മന്ത്രസ്ഥായി. ഉത്തരം സി മന്ദസ്ഥായി. ചോദ്യം 11. താഴെ പറയുന്നവയിൽ മെയ്യ് എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻസ്: എ ശരീരം, ബി കാറ്റ്, സി വണ്ട്, ഡി പൂവ്. ഉത്തരം എ ശരീരം. ചോദ്യം 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്മ എന്ന അർത്ഥം വരാത്ത പദം ഏത്? ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്മ എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻസ്: എ ജനനി, ബി ജനിത്രി, സി അംബ, ഡി ധരണി. ഉത്തരം ഡി ധരണി. അമ്മ എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ജനനി, ജനിത്രി, അംബ എന്നിവ. ധരണി എന്ന പദമാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ചോദ്യം 13. വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം ഏത്? ശ്രദ്ധിക്കുക. വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻസ്: എ ഭ്രമരം, ബി അനിലൻ, സി മധുപം, ഡി ഭൃഗം. ഉത്തരം ബി അനിലൻ. ചോദ്യം എന്തായിരുന്നു? വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം ഏത് എന്നായിരുന്നു. ഭ്രമരം, മധുപം, ഭൃഗം എന്നിവയെല്ലാം വണ്ട് എന്ന് അർത്ഥം വരുന്ന പദങ്ങളാണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് അനിലൻ എന്ന പദം ആണ്. ചോദ്യം 14. കാറ്റ് എന്ന പദത്തിൻ്റെ പകരം പദം ഏത്? ശ്രദ്ധിക്കുക. കാറ്റ് എന്ന പദത്തിൻ്റെ പകരം പദം ഏത്? ഓപ്ഷൻസ്: എ ദിവാകരൻ, ബി മാരുതൻ, സി ആദിത്യൻ, ഡി ഭാസ്കരൻ. ഉത്തരം ബി മാരുതൻ. ചോദ്യം 15. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഓപ്ഷൻസ്: എ 8 വർഷം, ബി 20 വർഷം, സി 12 വർഷം, ഡി 10 വർഷം. ഉത്തരം സി 12 വർഷം. ചോദ്യം 16. മഞ്ഞ പ്ലസ് പൂമ്പൊടി സമം മഞ്ഞപ്പൂമ്പൊടി. ശ്രദ്ധിക്കുക. മഞ്ഞ പ്ലസ് പൂമ്പൊടി ഈക്വൽ ടു മഞ്ഞപ്പൂമ്പൊടി. ഇതിലെ സന്ധി ഏത്? ഓപ്ഷൻസ്: എ ലോപസന്ധി, ബി ദ്വിത്വസന്ധി, സി ആഗമസന്ധി, ഡി ആദേശസന്ധി. ഉത്തരം ബി ദ്വിത്വസന്ധി. ചോദ്യം 17. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ പ്രസൂനം, ബി സ്നുഷ, സി സൂനം, ഡി കുസുമം. ഉത്തരം ബി സ്നുഷ.